പിന്നെ ഒരു അലക്സാണ്ടർ മാത്യു, പിന്നെ ഞാൻ. അതും കഴിഞ്ഞാലും അടുത്ത ഒരു ബാച്ച് വരുമ്പോഴാണ്, നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാമായിരിക്കും, മായയൊക്കെ വരുന്നത് അതിൻ്റെ അടുത്ത ബാച്ചിൽ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പിന്നെയും കഴിഞ്ഞാണ് രാജേശ്വരി മോഹൻ, അങ്ങനെ ആൾക്കാർ കുറേ പേര് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ തുടങ്ങുന്നത് വളരെ ഒരു പ്രിമിറ്റീവായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് ഒരു ന്യൂസ് എടുക്കാൻ, അതായത് ന്യൂസ് ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു ഒഫീഷ്യൽ സാധനങ്ങൾ, ഒരു അങ്ങനത്തെ പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, ടെലി പ്രിൻ്റർ സാധനം പോലും ഇല്ലാതെ ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട്, ആകാശവാണിയുണ്ട്, അപ്പോൾ ആകാശവാണിയുടെ ന്യൂസ് കേൾക്കുന്നു, പേപ്പർ നോക്കി ന്യൂസ് ഉണ്ടാക്കി അത് വായിക്കുന്നു. അത് വായിക്കാന്ന് വെച്ചാലും പഴയ ടൈപ്പ് റൈറ്ററാണ് അന്നൊക്കെ. പഴയ ടൈപ്പ് റൈറ്ററിൽ അത് ടൈപ്പ് ചെയ്ത് അത്, അപ്പോൾ അതിനകത്ത് ഞാനൊക്കെ പഠിച്ചത് പഴയ ലിപിയാണ്. അപ്പോൾ ഇത് ഈ പുതിയ ലിപിയിലുള്ളത്. പിന്നെ നിങ്ങൾ പഴയ കണ്ടിട്ടുള്ളവർക്ക് ഒരു പക്ഷേ അറിയായിരിക്കും, ഞങ്ങൾ ക്യാമറയിൽ നോക്കും, പേപ്പറിൽ നോക്കി വായിക്കും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു 87 വരെ ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു ട്രാൻസ്മിഷനും. പിന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾ ഇന്നത്തെ രീതിയിലുള്ള ഒരു ഡ്രസ്സിങ്ങൊന്നും ഞങ്ങൾക്ക് അന്ന് സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഡയറക്ടർ പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുക, അതായത് ന്യൂസ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അതുകൊണ്ട് ഞങ്ങളുടെ ഡ്രസ്സിങ്ങൊക്കെ വളരെ സോബർ. പിന്നെ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നത് കൊണ്ട് ലൈറ്റ് കളർ പറ്റില്ല, കാരണം അപ്പോൾ അത് പിക്ചർ സാച്ചുറേറ്റഡ് ആയി പോകുന്നതുകൊണ്ട് ഡാർക്ക് കളേഴ്സ്, ഒരു ബ്ലാക്ക്, റെഡ്, ആ കളറിലുള്ള സാരി മാത്രമേ ഞങ്ങൾക്ക് സമ്മതിക്കുള്ളൂ. കോട്ടൺ സാരീസും പിന്നെ എന്താ പറയുക, തൂങ്ങുന്ന കമ്മൽ, വലിയ മാലകൾ, അതൊന്നും പാടില്ല. അതൊക്കെ ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യും. നിങ്ങളുടെ ജോലി വാർത്ത ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിനിലാണ് ഞങ്ങളൊക്കെ. എനിക്കൊന്ന് ദൂരദർശൻ ഇപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഒരുവിധം. കുറച്ചൊക്കെ പുതിയ ജനറേഷൻ മാറി വന്നെങ്കിലും ഒരുവിധം അത് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ദൂരദർശനിൽ